അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടൂർ എന്ന് പറയും, ട്രിപ്പ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇന്ന് അടിച്ച് പൊളിച്ച് പോകാമെന്നുള്ള പുറപ്പാടാണ്. ഒരു ടൂറാണ്. നമ്മൾ കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഒന്ന് ചേർന്ന് കണ്ടുള്ളൊരു ടൂറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ 3:30 എണീച്ചിട്ടുണ്ട്. മക്കൾക്കൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി കൊടുക്കണ്ടേ. അപ്പോൾ തലേന്നേ ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണ്. പിന്നെ ചായ ഉണ്ട് ഒരു ഭാഗത്ത്. പിന്നെ ഇത് നമ്മളെ പൊറാട്ട ചൂടാക്കാനാണ് കേട്ടോ. പൊറാട്ടയും തലേന്ന് വാങ്ങിച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പൊറാട്ടയും തലേന്ന് വാങ്ങിക്കും കേട്ടോ. പിന്നെ എൻ്റെ മോനക്ക് ഇന്ന് ട്യൂഷനൊക്കെ ഉണ്ട്. ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ആ കുക്കറിൽ നമ്മൾ കുറച്ച് കഞ്ഞിൻ്റെ അരി, റേഷൻ പീടിയത്തെ അരി ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ച കഞ്ഞിയായി. അപ്പോൾ എൻ്റെ മൂത്ത മോനക്ക് ചിലപ്പോൾ ഓനും ചെറിയ ആളൊക്കെ എണീച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകുന്ന സമയത്ത് വാതിലടിക്കണമല്ലോ. അപ്പോൾ 2 പേരും എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കിടന്നിട്ടില്ലെങ്കിൽ ഒരു ചിലപ്പം വേഗം ചായ കുടിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വിശക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇത്തിരി കഞ്ഞി അവിടെ ആക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ പൊറാട്ടൊക്കെ അതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ കട്ട കുത്തിയമാതിരി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുത്ത് നമ്മൾ കുക്കറിൽ എന്താ പറയല് പുട്ടിൻ്റെ കുറ്റിയിലിട്ടിട്ട് ചൂടാക്കി പിന്നെ കേസ്റ്റൂളിൽ നല്ലോണം അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പോകാനുള്ള ഇസ്തിരിയൊക്കെ ഇട്ടുകാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇസ്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കട്ടുമല്ലൊക്കെ കൊണ്ട് വെച്ച് പിന്നെ നമ്മളെ കുളിയാണ് കേട്ടോ. അടുത്തത് നമ്മളെ കുളിയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് കട്ടൻ ചായയിൽ ഇത്തിരി പഞ്ചസാര ഇട്ടുകാണ്ട് പൊറാട്ട തിന്നാണ്. ഒരു പൊറാട്ടയും 4 ചായയും കൂട്ടി കട്ടിച്ച് തിന്നാൽ നല്ല രസമല്ലേ പൊറാട്ട. അപ്പോൾ ഇത്തിരി മധുരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മൾ 5:30 കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാതെ നമ്മൾ ഇറങ്ങൂല എന്ന് പറഞ്ഞ്. അപ്പം കൂടുതലും നമ്മളെ ചേച്ചിമാരാണിട്ടുള്ളത്. നമ്മൾ ഒരു 4-5 ആൾക്കാരുള്ളൂ. അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ടൊക്കെ പെട്ടെന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളവിടെ കാത്തേ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള വീട്ടിൻ്റെ അടുത്ത് ഞാൻ ഓടിപ്പോയി. ഇവളെന്നോട് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ്. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഇവളെ കാണുന്നില്ല. ഞാനൊരൊറ്റ ഓട്ടം ഓടിയും. നമുക്ക് ഈ ഇടത്ത് പോകാനൊക്കെ ഭയങ്കര പേടിയാണല്ലോ. അപ്പോൾ ഓടി വന്ന് ഓളെടുത്ത് നിന്ന് പിന്നെ നമ്മളെ അയൽവാസി നമ്മളെ സമീറിനെ അറിയാത്തവർ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. കുറേ പേർക്കൊക്കെ അറിയാം. അപ്പം ഓളെ പുതിയാപ്പളിൻ്റെ ഓട്ടോറിക്ഷയിൽ ഞങ്ങളെ അനശ്ശേരി ആക്കി തന്നിട്ട് ആ ബസ് നിർത്തി. ബസ്സെല്ലാവരും ചെറിയ ട്രാവലാണ് കേട്ടോ. പക്ഷെ നമുക്കൊക്കെ നിൽക്കാനൊക്കെ പറ്റിയ ട്രാവലാണ്. അപ്പം അതിലാണ് കേട്ടോ. പിന്നെ അടിപൊളി പാട്ടൊക്കെ ഇട്ടുകാണ്ട് പോയി. ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടാണ് ഡാൻസും കളിയും ഒക്കെ ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് കളിച്ചോളി, വരുമ്പം പിന്നെ ഈ ഒരു ഉഷാറൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളെക്കാട്ടും കുറച്ച് പ്രായമുള്ളൊരു ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. മാഷാ അല്ലാ, അതെന്ത് കളിയാണ്. ഈ ഒരു ചേച്ചിയാണ് കേട്ടോ. സെമി അതിനെ പിടിച്ചുകാണ്ട് ഇട്ട് ഇളക്കുന്നുണ്ട്. അത് ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട്. പിന്നെ അതിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നുണ്ട്. ഓളെ പണി അതാണ്. എല്ലാവരും പിടിച്ച് ഇളക്കി മറിച്ചിടണ പണി. ആ ചേച്ചിക്ക് ഒരു പേടിയില്ലോ. എല്ലാത്തുമ്മലും കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിലൊഴിച്ച് ബാക്കി എല്ലാ മെഷീൻമേലും കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫാൻറ്റസി പാർക്ക് പോയി കണ്ട് അത് വെള്ളത്തിലിറങ്ങാത്ത അതിന് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലേ ഇനി കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിനി. അങ്ങനെ നമ്മളിതാ പെട്രോൾ പമ്പിലൊക്കെ ഇറങ്ങി അവിടുന്ന് കുറച്ച് പെട്രോളൊക്കെ അടിച്ച് പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ ബാത്റൂമിൽ പോകാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു മോളിട്ടാകും. അടിപൊളി പാട്ട് കഴിഞ്ഞിട്ടോ. നല്ലൊരു സിനിമ പാട്ട് കഴിഞ്ഞിട്ടോ. അത് അതിന്മേൽ മ്യൂസിക് വെച്ചതുകൊണ്ട് പിന്നെ ഞാനത് സൗണ്ട് പോക്കിയതാണ്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ ആ മ്യൂസിക്കിന്. മോള് പാടിയത് അടിപൊളിയേനു. ഈ ഓളമ്മയാണ് ഇട്ടത്. ഓളമ്മയും പാടിയതുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അവരൊക്കെ മ്യൂസിക് വെച്ചിക്കും തോന്നുന്നു. അപ്പം ഈ പാട്ടൊന്നും നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമോ എന്നൊന്നും അറിയില്ല. അങ്ങനെ മോളൊക്കെ പാടി പിന്നെ ഇവരെ ഡാൻസൊക്കെ വീണ്ടും തുടങ്ങി. ഇവരെ ഡാൻസല്ല കേട്ടോ, നമ്മളും ഉണ്ടായിന് കേട്ടോ. കൂടുതൽ നമ്മൾ വീഡിയോ എടുക്കുന്നിടത്ത് വലിയ അങ്ങോട്ട് നിന്ന് കളിച്ചിട്ടില്ല. വീഡിയോ എടുക്കാത്ത സ്ഥലത്ത് നിന്ന് കണ്ട് നല്ല കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ ഫ്രണ്ടുകളും ഒന്നും നോക്കിയില്ല കേട്ടോ. പ്രായമൊന്നും നോക്കിയില്ല. അങ്ങോട്ടാണ്ട് തിമിർത്ത് ആടിക്കളിച്ച് അതിൽ നമ്മളെ പാട്ട് പാടിയ മോളെ
ഉമ്മക്ക് എന്തോ കയ്യിനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഡാൻസ് കളിച്ചിട്ടൊന്നുമല്ല, ഒരു ബാഗ് എടുത്തപ്പോൾ എന്തോ ഒന്ന് ഉളുക്കിപ്പോയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു എന്താണ് സിനിമാ പാട്ടൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസാണ് കേട്ടോ ഇവിടെ കളിക്കുന്നത്. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നമ്മൾ പിന്നെ ഹോട്ടലിലൊക്കെ ഇറങ്ങി ചായയൊക്കെ കുടിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ നമ്മളൊക്കെ ഹോട്ടലിൽ ഇറങ്ങിയിട്ട് നല്ല മസാല ദോശയും, ചിലരൊക്കെ ഞങ്ങളെ കൂടെ ഇരിക്കുന്നവരൊക്കെ നല്ല നെയ് റോസ്റ്റ്, പിന്നെ കുറച്ച് പേര് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഹോട്ടലത്തൊക്കെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാവും. അപ്പോൾ അവരൊക്കെ കുറച്ച് പേര് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നല്ല ചൂട് ചായയും കുടിച്ച് വീണ്ടും നമ്മൾ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ എനിക്കുള്ള മസാല ദോശയിൽ ചട്ടിനിയും സാമ്പാറും എല്ലാം ഒരു കൂട്ടർ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുകയാണ്, യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരെ കണ്ണ് നെട്ടിപ്പോയിട്ടോ. യൂട്യൂബ് ഇടണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരെന്നെ അന്തം വിട്ടു, അവർക്കൊന്നും അറിയില്ലല്ലോ നമുക്ക് ചാനലുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ വീണ്ടും നമ്മളെ യാത്ര തുടങ്ങിയിട്ടോ. അപ്പോൾ നല്ലൊരു സ്ഥലം കേട്ടോ ഈ ഹോട്ടലിൽ, നല്ല കാർ പാർക്കിംഗ് ഒക്കെ ഉള്ള നല്ല സ്ഥലമുള്ളൊരു റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ബസ്സിലൊക്കെ കയറി. അപ്പം അടിപൊളി പാട്ടൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ട്.
ഫസ്റ്റ് തന്നെ നമ്മളിതാ മനക്കശ്ശേരി മന എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ശരി തന്നെയാണോ എന്ന് അള്ളാഹു ആയാലും അങ്ങനെ ഒരു പേരാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഇവിടെ നമ്മൾ കുറേ സിനിമക്ക് ഇവിടെ അഭിനയിച്ചിനല്ലോ, ലാലേട്ടനും പിന്നെ രേവതിയൊക്കെ ഉള്ള ഒരു സിനിമക്കല്ലേനോ, നല്ല അടിപൊളി പണ്ടത്തെ ഒരു സിനിമ. അപ്പോൾ അതാണ് കേട്ടോ, ആ ഒരു വീടാണ് കേട്ടോ. എന്താ വീട്, പണ്ടത്തെ എല്ലാ പഴയ കാലങ്ങളിലെ എല്ലാ സാധനങ്ങളും ആ വീടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കുറേയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, കുറേ അല്ല കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുള്ളൊക്കെ എടുക്കുമ്പോഴത്തേന് നമ്മൾ വീഡിയോ ലോങ് ആയി പോകും. ഇപ്പം തന്നെ വീഡിയോ ലോങ് ആയിട്ട് ഞാൻ 2 പാർട്ട് 1ഉം പാർട്ട് 2ഒക്കെ വരും കേട്ടോ. ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എല്ലാ റൂമുകളൊക്കെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഒരു ചേച്ചി അടിച്ച് വാരുന്നു, വേറൊരു ഭാഗത്തൊരു ചേച്ചി തുടക്കുന്നു. വീട് നിറയെ ആൾക്കാരാണ് കേട്ടോ. ചെരുപ്പൊന്നും അകത്തേക്ക് ആരും ഇട്ടിട്ടില്ല, നമ്മളൊന്നും ചെരുപ്പ് ഇട്ടിട്ടില്ല. ഒരുപാട് ആൾക്കാർ ചെരുപ്പൊക്കെ പുറത്ത് ഇട്ടതാണ്. അപ്പം അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം നല്ല നല്ല വാതിലൊക്കെ കേട്ടോ, നല്ല പണ്ടത്തെ മോഡൽ വാതിൽ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ പണ്ടത്തെ അമ്മി ഉണ്ടല്ലോ, നമ്മൾ ആട്ടമ്മി, അതും ഉണ്ട് അവിടെ. പിന്നെ ഒരു കിണറുണ്ട്, ഈ കിണറിൻ്റെ ഭാഗത്ത് നിന്നിട്ട് മോള് ഫോട്ടോ എടുക്കാണ്ട്, അപ്പുറത്ത് നിന്നിട്ട് ഒരാൾ ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാനൊന്ന് മെല്ലെ അങ്ങനെ നോക്കിയതുണ്ട് കിണർ. എനിക്ക് പേടിയാകുക, എൻ്റെ ഫോണൊറ്റ അങ്ങോട്ട് വീണാവോ എന്നുള്ളൊരു പേടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ സെമി ഒന്ന് ഒരു അട്ടുകല്ലിലൊക്കെ ഒന്ന് ഇളക്കി ഒക്കെ ഒന്ന് പോയതാണ് കേട്ടോ. ഇത് നമ്മൾ പണ്ടത്തെ ഒരു വീടിനൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ സിങ്ക്, അതാണ്. പിന്നെ നമ്മളെ ഏണി ഒക്കെ ഉണ്ട്. പിന്നെ ഇത് പുറത്താണ് കേട്ടോ. നമ്മൾ കുറേ സ്ഥലത്തൊക്കെ ഒന്നും പോയിട്ടില്ല കേട്ടോ. മുകളിലേക്കൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കി കുറച്ച് ഭാഗമൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത്. ഇത് അടുപ്പാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീട് ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങളും വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്ത്, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ പിന്നെ വരും. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക. അസ്സലാമു അലൈക്കും.